കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ സമിതിക്ക് രൂപം നൽകി കേരള സർവകലാശാല സിൻഡിക്കേറ്റ്. സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം ബാക്കി തീരുമാനമുണ്ടാകും. യൂണിയൻ കാലാവധി ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനവും റിപ്പോർട്ടിന് ശേഷം കൈക്കൊള്ളും. ഫെസ്റ്റിവൽ മാനുവൽ പരിഷ്കരിക്കുന്നതും പരിശോധിക്കും. കോഴ ആരോപണവും സംഘർഷങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു കേരള സർവകലാശാല കലോത്സവം. സംഘർഷങ്ങളെ തുടർന്ന് കലോത്സവം പാതിവഴിയിൽ നിർത്തി. മത്സരഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതും VC തടഞ്ഞു. ഇതിനിടെ ആരോപണ വിധേയനായ വിധികർത്താവ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. ഇതോടെയാണ് ഇന്ന് ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കാൻ 4 അംഗ സമിതിക്ക് സിൻഡിക്കേറ്റ് രൂപം നൽകി. ഡോക്ടർ ഗോപചന്ദ്രൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ, മുൻ MLA R രാജേഷ്, ഡോക്ടർ ജയൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് സമിതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ബാക്കി തീരുമാനം കൈക്കൊള്ളുക. യൂണിയന്റെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച തീരുമാനവും റിപ്പോർട്ടിന് ശേഷം കൈക്കൊള്ളും. നിർത്തിവെച്ച മത്സരങ്ങൾ പൂർത്തീകരിക്കാനും സിൻഡിക്കേറ്റിൽ തീരുമാനമായിട്ടുണ്ട്. വിവാദങ്ങളെ തുടർന്ന് മത്സരങ്ങൾ ഉപേക്ഷിക്കാനുള്ള VCയുടെ നിർദ്ദേശം തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ഫെസ്റ്റിവൽ മാനുവൽ പരിഷ്കരിക്കുന്നതും സമിതി പരിശോധിക്കുന്നുണ്ട്. അതേസമയം മത്സരം വീണ്ടും നടത്തുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഏതു തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.